നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വറുത്തരച്ച മുള്ളാത്തക്കറിയാണ്. എണ്ണ ഒഴിക്കും. ഇതിലേക്ക് തേങ്ങ ചിരകിയിട്ട് ഒരു മുറി തേങ്ങ ഉണ്ട്. വറക്കാൻ എളുപ്പത്തിന് മിക്സിയിലിട്ട് പയ്യെ ഒന്ന് അടിച്ചെടുത്തതാണ്. രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ്, 1 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് മഞ്ഞൾ, എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ് ആയിട്ട് ഇതിലേക്ക് സവോള കട്ട് ചെയ്ത്, ഒരു സവോള ഉണ്ട്, വലിയ സവോള. ഇതിലേക്ക് 3 പച്ചമുളക് കട്ട് ചെയ്ത് ചേർക്കാം. ഇതിലേക്ക് തേങ്ങ കൊത്തി വെച്ചേക്കുന്നത് 2 ടേബിൾ സ്പൂൺ ഓളമാണ്, അതുകൂടെ ചേർക്കാം. ഇതിലേക്ക് അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് മുള്ളാത്ത കട്ട് ചെയ്ത് വെച്ചത് ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർക്കാം. ഇതൊന്ന് ആവി വരുന്നോടം വരെ ഒന്ന് മൂടി വെക്കാൻ നോക്കാം. ഇതിലേക്ക് അരപ്പ് ചേർക്കാം. നമുക്ക് വെള്ളം കൂടി ഒഴിച്ചേക്കാം. ഇനി ഒരു മുട്ടയും കൂടെ കട്ട് ചെയ്ത് ചേർക്കുക. ഇത് നന്നായി മൂടി വെച്ചൊന്ന് തിളക്കട്ടെ. കടുക് താളിക്കാനായിട്ട് പാനിനകത്ത് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത്, ഒരു 4 വത്തലമുളക് മുറിച്ചിട്ടതും, കറിവേപ്പില, കടുക് താളിച്ച് നോക്കട്ടെ. നല്ല ടേസ്റ്റിയായ മുള്ളാത്ത കറി റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് കഴിച്ചു നോക്കിയാലോ? ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും വേണ്ട കമൻ്റ് അറിയിക്കാനും മറക്കരുത് കേട്ടോ.